ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ അടുത്തൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർഡിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഏകദേശം ഒരു ഡ്രിഫ്റ്റ് റാലി റേസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു വണ്ടിയാണ് ഗൈസ്. അങ്ങനത്തെ ഒരു മോഡലൊരു വണ്ടി എന്ന് പറയാം ഗൈസ്. പിന്നെ നമ്മൾ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ ഫോക്കസ് RS ആണ് ഗൈസ്. ഈ ഒരു വണ്ടി ഫോർഡ് 2017 ഇറക്കിയ ഒരു വണ്ടിയാണ് ഗൈസ്. അത്യാവശ്യം നമ്മൾ പവറും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സ്പീഡോമീറ്റർ കിടക്കുന്ന മീറ്റർ പെർ ഹവർ ആണ് ഗൈസ്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്താലേ നമുക്ക് കിലോമീറ്റർ പെർ അങ്ങനെ ഇട്ടാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കത്തുള്ളൂ ഗൈസ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ അങ്ങനെ തന്നെ പോട്ടെ ഗൈസ്. ഗെയിമിൻ്റെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അടിപൊളി സീസണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സീസണിൽ ഈ ഒരു ഗെയിം കളിക്കാൻ. നല്ല രസമാണ് ഗൈസ്. സീസൺ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അത് വേറൊരു കാര്യം. പക്ഷേ ഗൈസ്, ഈ ഒരു ടൈം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി വൈബാണ്. നമുക്ക് ആ ഒരു ഗെയിം നമ്മളെ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബ്, ഒരു കിഡിലെ അറ്റ്മോസ്ഫിയർ നമുക്ക് തരും ഗൈസ്. പിന്നെ വണ്ടികൾക്കകത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് ചള്ളക്കൂടൊക്കെ പോകുമ്പോൾ കണ്ട ചില സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനെ ടയർ ഇങ്ങനെ പൊതഞ്ഞു പോകുന്ന പോലെയൊക്കെ നൈസായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഗൈസ്, അറിയാൻ പറ്റും. അല്ല പിന്നെ അതിലും വലിയ സ്പെക്കുള്ളൊരു PC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഗൈസ്. നമുക്കിപ്പോൾ അത്യാവശ്യം ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, അത്ര സ്പെക്കൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് പെയ്യെ ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളമൊക്കെ നനച്ച് നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിപൊളിയാണ്. ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വെയിലടിക്കുന്നതിൻ്റെ ആ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ പക്ക റിഫ്ലക്ഷനാണ് ഗൈസ്, പക്ക ഒരു രക്ഷയില്ലാത്ത റിഫ്ലക്ഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് എന്താ പറയുക, അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ സ്പീഡോമീറ്ററും ഉണ്ട്, നമുക്കല്ലാത്ത മീറ്ററും ഉണ്ട് ഗൈസ്. കാര്യം എല്ലാം ഉണ്ട്. ഡിസ്പ്ലേ മീറ്ററും ഉണ്ട്, അല്ലാത്ത മീറ്ററും ഉണ്ട്, RPM മീറ്ററും ഉണ്ട് ഗൈസ്. കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഗൈസ് പണിതേക്കുന്നത്. പണിതതിന് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലോട്ടാണ് ഗൈസ് പോകുന്നത്. ട്രാക്ക് എന്ന് വെച്ചാൽ നമുക്ക് അവസാനം വരെ, നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കണ്ടാലേ ട്രാക്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഈ വണ്ടി പോകും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ ഓരോരോ ഗെയിംസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇൻട്രോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കിയേ, ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. വേറെ ലെവൽ സാധനം തന്നെയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും നമ്മൾ അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ പണിതിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ വെള്ളത്തിലൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് ഇറക്കാം ഗൈസ്. ഇവിടെയൊക്കെ കല്ലൊക്കെയാണ് ഗൈസ്, ഇവിടെയൊക്കെ കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരെണ്ണം തട്ടി, അടി നൈസായിട്ടും തട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിക്ക് ഹൈറ്റൊക്കെ കുറവായതുകൊണ്ട് വേഗം നടി തട്ടാനും എല്ലാം ചാൻസാണ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പടയെന്ന് പറഞ്ഞ് ഇറക്കാതെ കുറച്ച് നീക്കി ഇറക്കിയത്. പക്ഷേ ഗൈസ്, എനിക്ക് വലിയ കാര്യമുണ്ടെന്ന് തോന്നിയില്ല, കാരണം അടി നമ്മുടെ തട്ടി ഓൾറെഡി ഗൈസ്. കൊള്ളാം ഗൈസ്. ഈ വണ്ടി നമ്മൾ പണിതതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അഹങ്കാരം കാണിക്കണേ അഹങ്കാരവും കാണിക്കാം, മര്യാദയ്ക്ക് ഓടിക്കണേ ഗൈസ് മര്യാദയ്ക്ക് ഓടിക്കാം. ആ രീതിയിലാണ് ഗൈസ് നമ്മൾ വണ്ടി അത്യാവശ്യം പണിത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമുണ്ട് ഗൈസ് വണ്ടിയുടെ. എനിക്ക് ഫ്രണ്ട് തൊട്ടൊരു മിഡ് പോർഷൻ വരെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്ക് എനിക്ക് അത്ര പോരാ കേട്ടോ, എനിക്ക് ബാക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എക്സോസ്റ്റിൽ നിന്ന് തീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എല്ലാ പവറും, അതായത് എൻജിന് നല്ല പവർ ചെയ്തിട്ടുണ്ട്, ക്ലച്ചും കാര്യങ്ങളും എല്ലാം, ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണിയാൻ എന്തൊക്കെ പറ്റും അതെല്ലാം നമ്മൾ പണിതിട്ടുണ്ട്. ട്യൂൺ ചെയ്യാൻ മാക്സിമം നമ്മൾ ട്യൂണും ചെയ്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ മാക്സിമം നമുക്ക് എത്ര ചെയ്യാവോ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ എത്ര പവർ ഉൾക്കൊള്ളിക്കാവോ അത്ര നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ എന്താ പറയുക, പെയിൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ബോണറ്റ് ബ്ലാക്കും ബാക്കിയുള്ള പോർഷൻസൊക്കെ വൈറ്റും ആണ്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി
ഒരു ഈവൻസിനകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഈവൻറ്റ് സത്യം പറഞ്ഞാൽ മെനയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ അറിയാതെ നമ്മൾ കയറിപ്പോയതാണ് ഗൈസ്, നമ്മൾ കണ്ടില്ല സത്യം പറഞ്ഞാൽ ഗൈസ്. ഈ ഒരു ഈവൻ്റ് വെച്ച് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ഈവൻ്റാണ്. അങ്ങനെ നമ്മൾ ജയിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ട്. ഈ ഗൈസ് കയ്യിൽ നിന്ന് അങ്ങോട്ട് നിൽക്കില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കൈ നിൽക്കുമായിരിക്കുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ നിന്നൊന്നുമില്ല. അത് പോട്ടെ ഗൈസ്, അത് കുഴപ്പമില്ല. നമുക്ക് ഇനിയും അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് സമയം കളയാനില്ല ഗൈസ്, നമുക്ക് പെയ്യെ അങ്ങോട്ട് പോകണം. അത് വേറൊരു കാര്യം. ഇത് ഗൈസ് നമ്മൾ നൈസായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിലൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി തെന്നിയൊക്കെ പോകും, നമുക്ക് വലിയ ഗ്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഗൈസ്. പിന്നെ അതുപോലെ ഗൈസ് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ഇതുണ്ടല്ലോ ഗൈസ്, എന്താ പറയുക, മഞ്ഞ് പെയ്യുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ലെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ആ സമയത്ത്. കാരണം അതിൽ നമുക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ തെന്നി റോഡിൽ കൂടി ഇങ്ങനെ തെന്നി മഞ്ഞത്തൂടെ തെന്നി പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഗൈസ്. അതുപോലെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ അറിയാൻ പറ്റും ഈ ഗെയിമിൻ്റെ എഫക്റ്റ് എന്താണെന്ന്. പിന്നെ ഗൈസ് നല്ല സ്പെക്കുള്ളൊരു PCയും കാര്യങ്ങളും വേണം. പിന്നെ നല്ലൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ഗിയറും എല്ലാം ഉണ്ടെങ്കിൽ സെറ്റാണ് ഗൈസ്, ഒന്നും നോക്കാനില്ല. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിം നമുക്ക് തരും, അത് ഉറപ്പാണ് ഗൈസ്, മസ്റ്റായിട്ട് ഉറപ്പാണ്. എന്തായാലും നമുക്കിനി ഏകദേശം ഒരു 2.5 എന്താ പറയുക മില്ലിമീറ്ററും പോട്ടല്ലോ മൈലൂടെ പോകാനുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. ഇനി കുറച്ചേ ഉള്ളൂ ഗൈസ്, നമ്മുടെ റൗണ്ട് 2 ഒക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് മെനക്കേട്. കാരണം നമ്മൾ ഇതിൽ ഈവൻറ്റിൽ കളിക്കുന്നില്ല, നമ്മൾ അത്രയും ദൂരം പോയിട്ട് പോലും ആ ഒരു ഈവൻറ്റുകാർ വെറുതെ വിടുന്നില്ല. അതാണ് ഗൈസ് ഏറ്റവും വലിയൊരു മെനക്കേട് ഗൈസ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഏകദേശം ഒരു 6GB റാമും 2GB ഗ്രാഫിക്സ് കാർഡൊക്കെ നിൽക്കുന്ന ഒരു ഗെയിംസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഗെയിം കളിക്കുകയും ചെയ്യാം, അത്യാവശ്യം റെക്കോർഡും ചെയ്യാൻ പറ്റും, അത്യാവശ്യം നമുക്ക് കിട്ടും, മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ 8GB റാം 2GB ഗ്രാഫിക്സ് കാർഡ് തന്നെ ഉള്ള ഗെയിംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ലാഗായിരിക്കും. നമ്മൾ എന്താ പറയുന്നത്, ലാപ്പൊക്കെ നിന്ന് കത്തുന്ന രീതിയിലുള്ള അവസ്ഥയാവും. അതാണ് സത്യം പറഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്കിനി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്, എന്താ പറയുക, നമ്മുടെ ട്രാക്കിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അറിയാൻ പറ്റും ഗൈസ്, നമ്മുടെ എക്സോസ്റ്റ് പട്ടേന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടുന്നുണ്ട് എക്സോസ്റ്റ്, നോക്കിയാൽ മതി ഗൈസ്. അത്യാവശ്യം നല്ലപോലെ പൊട്ടുന്നുണ്ട്. ഗൈസ് ഇപ്പം അവിടെ വരും ഗൈസ്. നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട മെഷീനൊക്കെ വേണ്ട അവിടെ സൈഡിൽ വേറെ ആരാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ നടക്കുക ഇതുവഴി ഗൈസ്. ഇതേ നോക്കി, നമ്മളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതേ ഗൈസ്, നമ്മൾ കയറിയിട്ടുണ്ട് നമ്മുടെ ട്രാക്കിലോട്ട് ഗൈസ്. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബോണസ് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടി സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ കിട്ടില്ല സൗണ്ടാണ് ഗൈസ്. നോക്കിയാൽ കേട്ട് നോക്കും നിങ്ങൾ, നല്ല സൗണ്ടല്ലേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കിട്ടില്ല സൗണ്ട്, നല്ലൊരു എക്കോയാണ് ഗൈസ് തരുന്നത്. നോക്ക് ഗൈസ്, ബോണത്തെ 3 സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം പണിതിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതിൻ്റെ അലോയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അലോയൊക്കെ ഇട്ടത്, അത് വേറെ കാര്യം, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അലോ ഇട്ടത്. ഓക്കെ, നമുക്കെന്തായാലും പോവാൻ. 4ാമത്തെ ഗിയറായി. 166 കൂട്ടിക്കോ ഗൈസ്, 66. 5ാമത്തെ ഗിയറായി ഗൈസ്, 170 ആയി ഗൈസ്. 200 അടിക്കുമെന്ന് നോക്കാം. 200 അടിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണല്ലോ ഗൈസ്. ഓ ഇതെന്ത് ഗൈസ്, യു ഫെയിൽഡ് എനി പ്രോബ്ലംസ്. 196 ആയി. 97 ഗൈസ്. 98 ഗൈസ്. 98 ആയി. 95 വീണ്ടും. 91 ആയി. 189 ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ, കയറുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഗൈസ്. കയറില്ല ഉറപ്പാണ്. 200 കയറില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കയറുമായിരിക്കുന്നു, പക്ഷേ ഗൈസ് കയറിയില്ല. ഇത് എന്താ മീറ്റർ പെർ ഹവർ ആണ് ഗൈസ്. ഇത് കിലോമീറ്ററൊക്കെ ആക്കുമ്പോൾ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. കിലോമീറ്റർ ആക്കി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഗൈസ്. അടുത്ത വീഡിയോ തൊട്ട്
കിലോമീറ്റർ നമുക്ക് സെറ്റിങ്സ് ചെയ്ത് വെക്കാം ഗൈസ്. ഈ ഒരു വീഡിയോയിൽ എല്ലാവരും ക്ഷമിക്കുക, ഈ ഒരു സെറ്റിങ്സ് ആയതുകൊണ്ട്. ഗൈസ് നമ്മൾ ട്രാക്കിൽ എൻഡിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 200 കയറിയിട്ടില്ല ഗൈസ്. പക്ഷേ ഗൈസ് വണ്ടിക്ക് അത്യാവശ്യം പവർ ഉണ്ട്. എനിക്ക് ഈ ഒരു സംഭവം ആയതുകൊണ്ടാണ് അങ്ങനെ ശരിക്കും അറിയാത്തത് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് ആണെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും കമൻസിനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ ഓക്കെ, ബൈ.